അച്ഛനും അമ്മയും വെളുത്തിട്ടാണ്, കുട്ടി കറുത്തിട്ടാണ്. പ്രസവം കഴിഞ്ഞപ്പോൾ കുട്ടിയുടെ കളറ് കണ്ടപ്പോൾ അമ്മായിമ്മക്ക് കലി തുള്ളി. ഒരുപാട് പ്രശ്നങ്ങളായി. ഇപ്പൊ കുട്ടിക്ക് ഏകദേശം 1 വയസ്സുണ്ട്. പ്രശ്നം ഇപ്പോഴും അവസാനിച്ചിട്ടില്ല. കുട്ടിയുടെ അമ്മ ഒരു മാനസിക രോഗിയായിട്ടാണ് ഇപ്പൊ ജീവിക്കുന്നത്. കാരണം എന്താ, പ്രസവം കഴിഞ്ഞ അന്ന് മുതലേ ഈ ഭർത്താവിന്റെ അമ്മ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, ഇത് ശരിക്കും ഇവരുടെ കുട്ടി തന്നെയാണോ, എൻ്റെ മോൻ്റെ കുട്ടി തന്നെയാണോ, അവൻ നല്ല കളറുണ്ടല്ലോ, അവളും കളറുണ്ടല്ലോ, പിന്നെ ഇപ്പം എന്താ കുട്ടി ഇങ്ങനെ ആവാൻ കാരണം. ഈ ഒരു വർത്തമാനം കേട്ടിട്ട് ആ സഹോദരി, അതായത് ആ പ്രസവിച്ച സഹോദരി മാനസികമായിട്ട് ആകെ തളർന്നു. എവിടെ ആര് കുട്ടിയെ കാണാൻ വേണ്ടി വന്നാലും ഇതാണ് അമ്മ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അല്ലടി എന്തപ്പത് ഇങ്ങനല്ലേ, ഇതൊന്നും നോക്കേ, ഇത് ശരിക്കും അവന്റെ മുഖച്ചായ ഉണ്ടോ, എൻ്റെ മോൻ നല്ല വെളുത്തിട്ടല്ലേ, എന്നിട്ട് ഇപ്പൊ ഇവന്റെ കുട്ടി എന്നിങ്ങനെ കറക്കാൻ കാരണം എന്താണ് ആവല്ലേ. ഇതൊന്നും ഇപ്പോഴത്തെ കാലം പറയാൻ പറ്റില്ലേ, മനുഷ്യന്മാരുടെ അവസ്ഥ അല്ലേ. അവളാണെങ്കിൽ നേരെ വെളുക്കുമ്പോൾ അവിടുന്ന് ജോലിക്ക് പോണതല്ലേ. ഇതൊക്കെ ആരാണ് പറയുന്നത് എന്നറിയോ? സ്വന്തം ഭർത്താവിന്റെ അമ്മ. ആരെ കേൾപ്പിച്ചിട്ടായി പറയുന്നതെന്നറിയോ? പിന്നെ അവരുടെ മരുമകളെ. എന്താണ് ഇതിനൊക്കെ പറയാ? ഇപ്പൊ മാനസികമായി ടെൻഷനും സ്ട്രെസ്സൊക്കെ കയറിയിട്ട് നമ്മുടെ അടുത്ത് കൗൺസിലിങ്ങിന് വന്നപ്പോൾ വിഷയങ്ങൾ ചോദിച്ചപ്പോഴാണ് പറയുന്നത്. കുറേയൊക്കെ കൂട്ടി കേട്ട് നിന്നു, കേട്ടില്ല എന്ന് വെച്ചു. അവസാനം മാനസികമായിട്ട് വല്ലാതൊരു ബുദ്ധിമുട്ട് അനുഭവിച്ചിട്ട് പറ്റ കയ്യിന്ന് പോയി. എന്നിട്ട് ഇപ്പൊ ആ സഹോദരി, അതായത് മരുമകൾ, ഒരു മാനസിക രോഗി കൂടി ആക്കിയിരിക്കുകയാണ്. ആര്? അമ്മായിമ്മ. ഇത് ഒരുപാട് പിന്നെ പുറത്ത് നടക്കുന്ന കാര്യമല്ല. നമ്മുടെ കേരളത്തിലെ ഒരു കൊച്ചു ഗ്രാമത്തിൽ ഇപ്പം നടന്നിട്ട് നമ്മുടെ അടുത്ത് കൗൺസിലിങ്ങിന് വന്നൊരു കേസാണ്. ഈ വീഡിയോ കേൾക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട സഹോദരിമാരോട് പറയാനുള്ളത്, ഇവിടെ പെണ്ണിൻ്റെ ശത്രു പെണ്ണ. വലിയ വിഷയമാണ്. ഈ അമ്മായിമ്മ പോരുണ്ടാക്കുന്നതും നാത്തുൻ പോരുണ്ടാക്കുന്നതും ഒക്കെ പെണ്ണുങ്ങളെ. എല്ലാവരും അങ്ങനെയാണെന്നല്ല കേട്ടോ. നല്ല മനുഷ്യത്വമുള്ള ഒരുപാട് ഉമ്മമാരുണ്ട്, ഒരുപാട് അമ്മമാരുണ്ട്, ഒരുപാട് സഹോദരിമാരുണ്ട്, നാത്തുമാരുണ്ട്, മൂത്തച്ഛലുണ്ട്, വല്യന്മാരുണ്ട്, അമ്മായിലുണ്ട്, ഒക്കെ ഉണ്ട്, ഇല്ല എന്നല്ല. പക്ഷേ ഇതുപോലുള്ള ചില പിഴച്ച ജന്മങ്ങൾ ഓരോ കുടുംബത്തിലും, അമ്മയുടെ വേഷത്തിലാണെങ്കിലും അമ്മായിമ്മയുടെ വേഷത്തിലാണെങ്കിലും, ആ കുടുംബത്തിലെ ഏറ്റവും വലിയ വിഷവിത്തായിട്ടാണ് അവർ ജീവിക്കുന്നത്. അവരുടെ വായയിൽ നിന്ന് എന്തൊക്കെ പറയുന്നറിയോ? അവരെ ഇങ്ങനെ അല്ലാതെ പിന്നെ എങ്ങനെയാണ് നമ്മൾ വിളിക്കുക? എത്ര പറഞ്ഞാലും എത്ര കേട്ടാലും എത്ര കേസുകൾ വന്നാലും ഇവർക്കൊന്നും മനസ്സിലാവില്ല. ഇപ്പോൾ ഒരുപാട് കേസുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അമ്മായിമ്മയുടെ പീഡനം കാരണം പല കുട്ടികൾ ജീവനൊടുക്കി. അതേപോലെ തന്നെ കെട്ടിയ പെണ്ണിന് സൗന്ദര്യം കുറവാണ്, കളറ് കുറവാണെന്ന് പറഞ്ഞ് പല കുട്ടികളും ജീവനൊടുക്കി. സമ്പത്ത് കുറവാണ്, വിദ്യാഭ്യാസം കുറവാണെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഓരോ കാര്യത്തിൽ എൻ്റെ പ്രിയപ്പെട്ട ഉമ്മമാരോട് എനിക്ക് പറയാനുള്ളത്, എത്ര സൗന്ദര്യം ഉണ്ടെങ്കിലും ഉമ്മ നിങ്ങൾക്കെന്താ? അവർ സുഖമായിട്ട് ജീവിക്കുന്നുവെങ്കിൽ അതിൻ്റെ ഇടയിൽ എന്തിനാണ് ഇതുപോലുള്ള ഓരോ വിഷവിത്തുകൾ നിങ്ങൾ മുളപ്പിക്കുന്നത്? എന്നിട്ട് എല്ലാ കുടുംബങ്ങളിൽ അസ്വസ്ഥത ഉണ്ടാക്കുന്നു. എൻ്റെ മുന്നിൽ വന്ന ഈ കുട്ടിയുടെ കാര്യം എനിക്ക് വല്ലാത്ത ടെൻഷൻ തോന്നി. അവരുടെ ഭർത്താവാണെങ്കിൽ ഇരുന്ന് കരയുക. ഞാൻ എന്താ സാറ് ചെയ്യുക? അമ്മയായിപ്പോയില്ല, എന്തെങ്കിലും പറയാൻ പറ്റുമോ? ഒരുപാട് പ്രാവശ്യം പലരെ കൊണ്ടും അവൻ പറയിപ്പിച്ചതാണ്, അമ്മ അങ്ങനൊന്നും പറയല്ല, അങ്ങനൊന്നും പറയരുത്, അവൾക്ക് വിഷമാകും. അത് കുട്ടി എന്ന് പറഞ്ഞ കറുത്തിട്ടും വെളുത്തിട്ടൊക്കെ ഉണ്ടാവും. നമ്മൾ വെളുത്തിച്ചിട്ട് മക്കൾ വെളുത്തോണമെന്നില്ല അമ്മ എന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തിട്ടും ഈ അമ്മയുടെ കലി അവസാനിക്കുന്നില്ല. എന്ന് ഏറ്റവും രസം എന്താണെന്നറിയോ? ഇങ്ങനെ കുറ്റം പറയുന്ന ഈ അമ്മയുടെ ഫോട്ടോ ഞാനൊന്ന് കാണിച്ചു തരാൻ വേണ്ടി പറഞ്ഞപ്പോൾ, പ്രിയപ്പെട്ട മകൻ കാണിച്ചു തന്നപ്പോൾ ആ അമ്മയുടെ കോലം കണ്ടപ്പോൾ ഞാൻ ഒന്നും പറയണില്ല, നമ്മൾ കുറ്റം പറയാൻ പാടില്ല. അപ്പൊ എനിക്ക് അങ്ങനെയാണെങ്കിൽ നമുക്കൊക്കെ സംശയിച്ചൂടെ, ഇങ്ങനെയുള്ളൊരു അമ്മയ്ക്ക് എങ്ങനെ വെളുത്ത മകൻ ഉണ്ടായി എന്നുള്ളത്? അങ്ങനെ സംശയിക്കുകയാണെങ്കിൽ എല്ലാവർക്കും സംശയിച്ചൂടെ? പലപ്പോഴും ഇതൊന്നും നോക്കാതെയാണ് നമ്മുടെയൊക്കെ കുടുംബത്തിൽ ഓരോ സംസാരങ്ങൾ. പലപ്പോഴും പെണ്ണ് കാണാൻ വേണ്ടി ചെന്നിട്ടുണ്ടെങ്കിൽ തൻ്റെ പ്രിയപ്പെട്ട ആങ്ങളക്ക് വേണ്ടിയിട്ട് പെണ്ണ് കാണാൻ പോകുന്ന പല സഹോദരിമാരുണ്ട്. എന്തെല്ലാം കുറ്റങ്ങളാണ് ആ പെൺകുട്ടിക്ക് കണ്ടുപിടിക്കുക. ഈ കുറ്റം കണ്ടുപിടിക്കുന്ന പെൺകുട്ടി ഒന്ന് കണ്ണാടിയിൽ നോക്കിയിട്ടുണ്ടെങ്കിൽ എത്ര നന്നായിരുന്നേനെ, എത്ര നന്നായിരുന്നേനെ. പണ്ടൊരാൾ പറഞ്ഞു, ഒരാളുടെ കഴുതയെ കാണാതായിട്ട് അയാൾ ഇങ്ങനെ നടന്നിട്ട് കഴുതയെ അന്വേഷിക്കുമ്പോൾ ഒരു സ്ത്രീ അങ്ങനെ നടന്നു പോകുന്നത് അയാൾ കണ്ടു. അപ്പൊ ഈ സ്ത്രീയെ പിറകിലൂടെ ഇങ്ങനെ നടന്നപ്പോൾ ഈ സ്ത്രീയുടെ നടത്തം ഭയങ്കര സൗന്ദര്യമുള്ളതായിട്ട് ആസ്വദിച്ചിട്ട് ഈ വ്യക്തി അങ്ങനെ നടന്ന് ഒരുപാട് ദൂരം സഞ്ചരിച്ചു. തൻ്റെ പ്രിയപ്പെട്ട കഴുതയെ മറന്നു. അങ്ങനെ കുറെ അങ്ങോട്ട് ചെന്നപ്പോൾ ഈ സ്ത്രീ തിരിഞ്ഞു നോക്കിയപ്പോഴാണ് അദ്ദേഹത്തിന് തൻ്റെ കഴുതയെ ഓർമ്മ വന്നത്. ബാക്കിയുള്ള കഥകൾ പൂരിപ്പിച്ചോളും. ഇതുപോലെയാണോ പല കുറ്റങ്ങൾ കണ്ടുപിടിക്കുന്ന കുടുംബത്തിലെയും അവസ്ഥ? ഇത് എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്?
ഒരു കാര്യം മനസ്സിലാക്കുക, നിങ്ങളുടെ കുടുംബത്തിലേക്ക് കയറി വന്നൊരു മരുമകളെ പല വിഷയങ്ങളും പലതിൻ്റെ പേരിലും, ഞാൻ കുറച്ചു മുന്നേ ഒരു വീഡിയോ ചെയ്തിരുന്നു, ഉച്ച സമയത്ത് ജോലി കഴിഞ്ഞ് കിടപ്പറയിൽ പോകുന്ന മരുമക്കളെ ഒരുപാട് ബുദ്ധിമുട്ടിക്കുന്ന അമ്മായിമാരുണ്ട്. പകൽ സമയത്തിൽ കിടപ്പറയിൽ കയറാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല കേട്ടോ. അവർ എന്ത് ഫ്രീ ടൈം ഉണ്ടെങ്കിലും അവരുടെ ഭർത്താക്കന്മാരുമായിട്ട് ഇടപഴകി ജീവിക്കട്ടെ, അതിനെന്താ കുഴപ്പം? അത് ഞാൻ പറഞ്ഞിട്ടൊരു വീഡിയോ ചെയ്തപ്പോൾ വലിയ രീതിയിലാണ് വീഡിയോ വൈറലായത്. അതിൻ്റെ അടിയിൽ വന്ന ലക്ഷക്കണക്കിന് കമൻസുകളിൽ ഏറ്റവും കൂടുതൽ കുട്ടികൾ പറഞ്ഞ ഇത് തന്നെയാണ്, ഞങ്ങൾ 10 വർഷമായി അനുഭവിക്കുന്നു, 18 വർഷമായിട്ട് അനുഭവിക്കുന്നു എന്നുള്ളത്. എന്നിട്ട് നേരം വെളുക്കാത്ത ചില ഉമ്മമാർ, മോനെ അനക്ക് ആൺകുട്ടികളില്ലായിട്ടാണ് പെണ്ണിട്ടി കൊടുത്ത് അറിയാം മരുക്കളുടെ സ്വഭാവം എന്താണെന്നുള്ളത്. അപ്പോൾ ആ വോയിസ് അല്ലെങ്കിൽ ആ ഒരു ചാറ്റ് കണ്ടപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി ആ ഉമ്മയുടെ സ്വഭാവം അങ്ങനെയാണെന്നുള്ളത്. എന്തോ ആവട്ടെ എന്ന് പറഞ്ഞാൽ മരുമക്കളിൽ പ്രശ്നമുള്ളവരില്ല എന്നുള്ളതല്ല. ഒരു കുടുംബത്തിൽ കയറി വന്നതിന് ശേഷം ആ കുടുംബത്തെ നശിപ്പിച്ച, ആ കുടുംബത്തിൽ അടിച്ചു പിരിയിച്ച ഒരുപാട് മരുക്കളുണ്ടില്ല എന്നുള്ളതല്ല. പക്ഷെ അതിനേക്കാൾ കൂടുതലായിട്ട് ഇന്ന് ഏറ്റവും കൂടുതൽ ലോകത്ത് അനുഭവിക്കുന്നത് വിവാഹം കഴിഞ്ഞ് വന്ന കുട്ടികൾ ഇതുപോലെ നേരം വെളുക്കാത്ത അല്ലെങ്കിൽ ബോധമില്ലാത്ത പോലെ അമ്മായിമ്മമാരുടെ പീഡനങ്ങളാണ്. വല്ലാത്ത സങ്കടമാണ് കേട്ടോ ഈ ഒരു വിഷയം. ശരിക്കും നിങ്ങൾ ആലോചിക്കേണ്ടതുണ്ട്. ഇതിനൊക്കെ നിങ്ങൾക്ക് ഈ ഭൂമിയിൽ നിന്ന് നിങ്ങൾ യാത്രയാകുന്നതിന് മുന്നേ നിങ്ങൾ അനുഭവിക്കേണ്ടി വരും. ഒരു മനുഷ്യനോട് പറയുന്ന വാക്കുകളുടെ ഗൗരവം എന്താണെന്ന് ചിന്തിക്കാതെ ഇതേ രീതിയിലൊക്കെ എവിടെയെങ്കിലും വിവാഹത്തിന് പോയാൽ അവിടുന്ന് ചില ആൾക്കാർ ചോദിക്കും, എൻ്റെ കുട്ടി കറുത്തിട്ടാണല്ലേ, ഇരുന്നറാണല്ലേ, നിങ്ങളെ രണ്ടാളിൽ ഒരു കോലും ഇല്ലല്ലേ, നിങ്ങളെ രണ്ടാളിൽ ഒരു മുഴച്ചായും ഇല്ലല്ലേ, ഒരു കളറും ഇല്ലല്ലേ. എന്താണ് ഇങ്ങനെയുള്ള വാക്കുകൾ പറഞ്ഞിട്ട് എന്താണ് സഹോദരിമാരെ നിങ്ങൾക്ക് കിട്ടുന്നത്? സഹോദരിമാരെ എന്ന് പറയുന്നത് ഇത്രേ കൂടുതൽ വഷളത്തരങ്ങളിലേക്കുള്ള വാക്കുകൾ ഉണ്ടാക്കുന്നതൊക്കെ സഹോദരിമാരാ. സഹോദരന്മാർ വേറെ എന്തെങ്കിലുമൊക്കെ ഹാലിലായിരിക്കും. അപ്പോൾ അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, പെണ്ണിൻ്റെ ശത്രു പെണ്ണ. അപ്പോൾ അതുകൊണ്ട് നിങ്ങളെപ്പോലുള്ള ഒരു പെൺകുട്ടിയാണ് നിങ്ങളുടെ കുടുംബത്തിൽ നിന്ന് മനസ്സിലാക്കിയിട്ട് കുറച്ചൊക്കെ ഒരു ദയ കാണിക്കുക. അതേപോലെ തന്നെ എനിക്ക് പറയാനുള്ളത്, പല കുട്ടികളും പല കുടുംബത്തിലേക്ക് ഇക്കാക്കന്മാരൊക്കെ കല്യാണം കഴിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ പല സഹോദരിമാർ പെങ്ങന്മാർ വല്ലാതെ ബുദ്ധിമുട്ടിക്കുന്നുണ്ട് പല ആളുകളെയും. എല്ലായിടത്തും ഉണ്ട് എന്നല്ല കേട്ടോ, അങ്ങനെ ഉള്ളവരോടാണ് എനിക്ക് പറയാനുള്ളത്, അങ്ങനെ അനുഭവിക്കുന്നവർക്ക് വേണ്ടിയിട്ടാണ് പറയാനുള്ളത്. നിങ്ങളും നാളെ ഒരു കുടുംബത്തിലേക്ക് വിവാഹം കഴിഞ്ഞ് പോകേണ്ടതാണ്. നിങ്ങളെ ഇതുപോലെ അവിടെ ഇട്ട് ബുദ്ധിമുട്ടിക്കുമ്പോൾ എത്രമാത്രം വിഷമം നിങ്ങൾക്കുണ്ടാകുമെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. എത്രമാത്രം സപ്പോർട്ട് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങളുടെ ഉപ്പയെയും ഉമ്മയും ഒക്കെ ഇട്ടിട്ട് മറ്റൊരു കുടുംബത്തിലേക്ക് പോകുമ്പോൾ. അപ്പോൾ കുടുംബജീവിതം എന്ന് പറയുന്നത് കൂടുമ്പോൾ ഇമ്പം എന്നുള്ളതാണ്, അല്ലാതെ വെറുതെ അസ്വസ്ഥതകൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടല്ല. അപ്പോൾ എന്താണെങ്കിലും എൻ്റെ അടുത്ത് വന്ന ഈ കൗൺസിലിംഗ് കേസിനെ അടിസ്ഥാനമാക്കിയിട്ടാണ് ഞാൻ ഈ പറയുന്നത്. അത് അവരോടും ഞാൻ പറഞ്ഞിരുന്നു, ഞാൻ ഈ വിഷയം വീഡിയോയിൽ പറയും. നിങ്ങളെപ്പോലെ അസ്വസ്ഥത അനുഭവിക്കുന്ന ഒരുപാട് പേരുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് മനസ്സിലാക്കട്ടെ എന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് കുട്ടി കറുത്തതായതിൻ്റെ പേരിൽ പ്രിയപ്പെട്ട ഉമ്മമാരെ, നിങ്ങളുടെ പ്രിയപ്പെട്ട മക്കളെ സംശയിക്കുന്നുവെങ്കിൽ, ഒന്നും വേണ്ട മരുമകളെ സംശയിക്കുന്നുവെങ്കിൽ അതിൻ്റെ നാണക്കേട് ആർക്കമ്മ? നിങ്ങളുടെ മോൻ മൊയന്താന്നല്ലേ ആൾക്കാർ വിചാരിക്കുക. നിങ്ങളുടെ മോൻ മൊയന്തായതിൻ്റെ പേരിൽ അവൾ വേറെ ആളെ പിന്നാലെ പോയി എന്നല്ലേ വിചാരിക്കുക. അങ്ങനൊന്നും ഇല്ല. എന്നിട്ട് പോലും പറഞ്ഞുണ്ടാക്കുന്ന നിങ്ങൾക്കൊക്കെ ഇതുപോലുള്ള അനുഭവങ്ങൾ ഉണ്ടായിട്ടാണോ നിങ്ങൾ സംശയിക്കുന്നത് എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. എന്താണെങ്കിലും അങ്ങനെയൊക്കെ വിഷമം സഹിക്കുന്ന ഒരുപാട് സഹോദരിമാരുണ്ട്. സഹോദരിമാരെ നിങ്ങൾ വിഷമിക്കണ്ട. ഇന്നല്ലെങ്കിൽ നാളെ തലയിൽ ആൾതാമസത്തോടു കൂടി നിങ്ങളുടെ അമ്മായിമ്മമാരൊക്കെ വളർന്നു വരും, അവർ നല്ലൊരു അവസ്ഥയിലേക്ക് വരും എന്ന് മനസ്സിലാക്കിയിട്ട് നിങ്ങൾ ജീവിക്കുക. ഇപ്പം തന്നെ ആകെ പ്രശ്നങ്ങളാണ് നമ്മുടെ നാട്ടിൽ. ഒരുപാട് വിഷയങ്ങൾ, ആർക്കും ആരോടും ഒരു കരുണയുമില്ല, ഒരു സ്നേഹവുമില്ല. എന്താ ഒന്ന് പറഞ്ഞാൽ രണ്ടാമത്തേതിന് വളരെ മോശമായ രീതിയിൽ പ്രതികാരങ്ങളും പ്രതികരണങ്ങളുമായിട്ട് പുറത്തിറങ്ങി നടക്കാൻ പോലും മനുഷ്യന് ഭയപ്പെട്ടിട്ടാണ് ഇന്ന് ജീവിക്കുന്നത്. ആ അവസ്ഥയിൽ പോകുമ്പോൾ ഇതുപോലുള്ള അസ്വസ്ഥതകളും ഓരോ കുടുംബത്തിൽ വെച്ച് മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ എന്തൊരു സമാധാനമാണ് ഗൾഫിലൊക്കെ ജോലി ചെയ്യുന്ന ഭർത്താക്കന്മാർക്കുള്ളത്. ആണുങ്ങൾ കിടന്ന് ഉരുകല്ലേ ഇതിൻ്റെ ഇടയിൽ. ഇവിടെ അമ്മായിമ്മയും മരുക്കളൊക്കെ കൂടിയിട്ടുള്ള പ്രശ്നങ്ങൾ, അവിടെ ജോലിയുടെ ഭാരം, അതിനപ്പുറം അവൻ്റെ വിസയുടെ പ്രശ്നങ്ങൾ, അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുന്ന സഹോദരന്മാർ ഗൾഫിലുണ്ട്. സുഹൃത്തുക്കളെ, ഒരു നിമിഷം അവരൊരു മനുഷ്യരാണെന്ന് മനസ്സിലാക്കുക. അതിനോടൊപ്പം അവരോട് കൂടെ ജീവിക്കാൻ വേണ്ടി വന്ന നിങ്ങളുടെ പ്രിയപ്പെട്ട മരുമക്കൾ നിങ്ങളുടെ മകൻ്റെ ഭാര്യയാണ്. അവരെ നിങ്ങൾ നോക്കണം, അവരെ നിങ്ങൾ സന്തോഷത്തോടു കൂടി സ്വീകരിക്കണം. അതല്ലാതെ അനാവശ്യമായിട്ട് ഇതുപോലുള്ള കുത്തുവാക്കുകളൊക്കെ പറഞ്ഞിട്ട് ജീവിതം മടുപ്പിക്കല്ല. ഇത് ആരോടുമുള്ളൊരു വൈരാഗ്യമോ അല്ലെങ്കിൽ ദേഷ്യമോ അല്ല പറയുന്നത്. ഓരോരുത്തരും ഇവിടെ കൗൺസിലിങ്ങിന് വേണ്ടി വന്നിട്ട് നമ്മളോട് പറയുന്ന സങ്കടങ്ങൾ കാണുമ്പോൾ ഇതൊക്കെ തുറന്ന് പറയാതിരിക്കാൻ പറ്റുന്നില്ല. ഏതെങ്കിലും
ഒരു മനുഷ്യത്വമുള്ള അല്ലെങ്കിൽ മനുഷ്യനായിട്ട് ജീവിക്കുന്ന അമ്മയുടെ മനസ്സിൽ ഒരു മാറ്റം വന്നിട്ട് ഏതെങ്കിലും ഒരു മരുമക്കൾക്ക് ഒരു സമാധാനം കിട്ടുന്നുവെങ്കിൽ അതാണ് ഏറ്റവും വലുത് എന്ന് വിശ്വാസത്തോടു കൂടിയാണ് ഈ വീഡിയോ ചെയ്യുന്നത്. എന്താണെങ്കിലും ഒന്ന് ഷെയർ ചെയ്യുക. ഇതുപോലെ അനാവശ്യമായിട്ട് കുത്തുവാക്കുകൾ പറഞ്ഞ് നിങ്ങൾ മറ്റുള്ളവരെ വേദനിപ്പിക്കുമ്പോൾ നാളെ ഇതുപോലുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ ഇതിൻ്റെ അപ്പുറം നിങ്ങൾ കുത്തുവാക്കുകൾ കേട്ടിട്ട് അനുഭവിക്കേണ്ടി വരുമെന്ന് മനസ്സിലാക്കുക. ഓക്കെ, ബൈ.